വടക്കൻ വീരഗാഥ എന്ന സിനിമ, അതിൻ്റെ തിരക്കഥ മറ്റൊരു പഠനാർഹമായ തിരക്കഥ തന്നെയാണ്. ഫോക്ലോറിൽ നിന്ന് ഒരു മികച്ച ഒരു ദൃശ്യാനുഭവം തന്നെ അദ്ദേഹം സൃഷ്ടിക്കുകയാണ്. നമുക്ക് പരിചിതമായ ഫോക്ലോറിൽ നാം കേട്ടു പരിചയിച്ചിട്ടുള്ള ചന്തുവിൻ്റെ ഒരു പ്രതിച്ഛായയെ അദ്ദേഹം മാറ്റിമറിക്കുകയാണ്. ശീർഷാസനം നടത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചന്തുവിനെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു വടക്കൻ വീരഗാഥ. ഒരുപക്ഷെ മറ്റൊരു സിനിമയാണെങ്കിൽ ഒരുപക്ഷെ ഫോക്ലോറിനെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നൊക്കെയുള്ള വിമർശനങ്ങളോ ഒക്കെ ഒരുപക്ഷെ വരുമായിരുന്നു. പക്ഷേ MT ആയതുകൊണ്ടാകണം അത്തരത്തിൽ യാതൊരു വിവാദങ്ങളും അദ്ദേഹത്തിൻ്റെ നേർക്ക് വന്നില്ല. അത് വടക്കൻ വീരഗാഥയുടെ അല്ലെങ്കിൽ ഈ വടക്കൻ പാട്ടുകളെ പ്രമേയമാക്കുന്ന ധാരാളം സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു വടക്കൻ വീരഗാഥ പോലുള്ള ഒരു വളരെ മനോഹരമായ അഭ്രപാളിയിലെ കവിത എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമ ഹരിഹരൻ MT ടീമിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇവിടെ നേരത്തെ സിനിമയെക്കുറിച്ച് നേരത്തെ മാർഷൽ സൂചിപ്പിക്കുകയുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ തിരക്കഥാരചനയെക്കുറിച്ച്. അദ്ദേഹം വളരെ പെട്ടെന്ന് എഴുതുന്ന ഒരാളാണ്. ഞാൻ അതിനകത്തൊരു സന്ദർഭം ഓർക്കുന്നത്, ഈ അടിയൊഴുക്കുകളുടെ തിരക്കഥ ആവശ്യപ്പെട്ട് സെഞ്ചുറിയുടെ ഉടമയായ സെഞ്ചുറി കുഞ്ഞുമോൻ MTയെ സമീപിക്കുകയും അദ്ദേഹത്തിനൊരു തിരക്കഥ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ MT ഒരു കഥ സൂചിപ്പിച്ചു. എന്നിട്ട് 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 10 ദിവസത്തിനുള്ളിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം ഏതാണ്ട് 3 ദിവസം കൊണ്ട് തന്നെ തിരക്കഥ പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. 10 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കഥ നൽകിയതായി എബ്രഹാം പറയുകയായിരുന്നു. 20-21 ദിവസം കൊണ്ടാണ് അദ്ദേഹം രണ്ടാമൂഴം എഴുതിയത് എന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞു, 7 വർഷക്കാലത്തോളം നീണ്ട ഗവേഷണങ്ങൾക്ക് ഒടുവിലാണ് അദ്ദേഹം എഴുതാനിരിക്കുന്നത്. 100-400 പുസ്തകങ്ങൾ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട് ആ പഠനത്തിനിടയിൽ. പക്ഷെ എഴുതി തീർക്കുന്നത് ദിവസങ്ങൾ കൊണ്ടാണ്. അത്രയേറെ ആ കഥയെ ആവിഷ്കരിച്ചതിന് ശേഷം പകർത്തി എഴുതുക മാത്രമാണ് MT. രൂപം അദ്ദേഹം തയ്യാറാക്കിയത് ഏതാണ്ട് 21 ദിവസം കൊണ്ടാണ് എന്നാണ് അദ്ദേഹം തന്നെ പലരോടും പങ്കുവച്ചിട്ടുള്ളത്. അതിനർത്ഥം 21 ദിവസം കൊണ്ട് ആ നോവൽ എഴുതി പൂർത്തിയാക്കിയെന്നല്ല. അദ്ദേഹം ഒരു 7 വർഷത്തോളം നീണ്ട ഒരു സാഹിത്യ സബര്യ ഗവേഷണം ഉണ്ടായിരുന്നു. അദ്ദേഹം കുറിപ്പുകൾ എടുക്കുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇതിൻ്റെ ഒരു ഫൈനൽ രൂപം നൽകിയത് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ്. അദ്ദേഹം ഈ ഒരു ലിറ്റററി ഇൻ്റലിജൻസ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഒരുപക്ഷെ MN വിജയൻ മാഷൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്ത് എഴുതണം, എങ്ങനെ എഴുതണം, എത്രമാത്രം എഴുതണം എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻ്റലിജൻസ് അദ്ദേഹത്തിന് എപ്പോഴും കൈമുതലാണ്. വളരെ ജാഗ്രതയോടുകൂടി എഴുതുന്ന ആളാണ്. പിന്നെ എഴുത്തിൽ മാത്രം നേരത്തെ അടൂരൊക്കെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ കർമ്മരംഗത്ത് പത്രപ്രവർത്തകനായിട്ടും അല്ലെങ്കിൽ തിരക്കഥാകൃത്തായിട്ടും സംവിധായകനായിട്ടും ഒക്കെ അദ്ദേഹം പല വേഷങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൽ ഒന്ന് ഇടപെടട്ടെ. അതായത് എത്ര എഴുതണം എന്നത് പ്രധാനമാണ് അല്ലേ? എഴുത്തിൽ നമുക്ക് എത്ര മധുരമുണ്ടെങ്കിലും ചടയ്ക്കുമല്ലോ. അപ്പോൾ എത്ര എഴുതണം എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം എന്ന് പറയുന്നത് എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ്. മഞ്ഞൊരു കുഞ്ഞു പുസ്തകമാണ്. എത്ര തലമുറകളിലേക്ക് എത്ര മധുരത്തോടെ പെയ്തിറങ്ങിയിട്ടുണ്ടത്. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സാഹിത്യ പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു എഡിറ്റർ, പത്രാധിപർ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു വൈദഗ്ധ്യം കൂടിയാണിത്. എഡിറ്റിങ്ങിലുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം. പല കൃതികളുടെയും മാനുസ്ക്രിപ്റ്റുകൾ അദ്ദേഹം വായിച്ചു നോക്കുകയും അതിനെ തലക്കെട്ട് നിർദ്ദേശിക്കുകയും ചിലതൊക്കെ മാറ്റി എഴുതുകയും ഒക്കെ ചെയ്യും.